അങ്ങനെ 3 monthsന് ശേഷം എൻ്റെ എക്സ്ക്ലൂസീവ് ഡെലിവറി വീഡിയോ ഇതാ വന്നു. അങ്ങനെ എല്ലാവരും എന്തെങ്കിലും ഡെലിവറി ആവുമെന്ന് കാത്തിരുന്ന ദിവസം രാത്രി വന്നു. എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ജിംബോളൊക്കെ ആ സമയത്ത് വന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. അതിൽ കയറി 2 തുള്ളിയപ്പോൾ എനിക്ക് പെയിൻ വന്ന്. പക്ഷേ എനിക്കിതാണ് പെയിനെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ടെൻസൊക്കെ വെച്ചു, കുറച്ച് പെയിൻ റിലീഫ് കിട്ടി, മസാജൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേന്ന് ഒരു ഉച്ചര ആയപ്പോഴത്തേക്കും വന്നു അവൻ പെയിൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ലത്. അങ്ങനെ ഹോസ്പിറ്റൽ ട്രയാജിൽ വിളിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, 10 minutesൽ ഇത്രയും കൺട്രാക്ഷൻ ഇല്ലെങ്കിൽ വരണ്ട, ടേക്ക് എ ബാത്ത്, ഹാവ് എ കപ്പ് ടീ, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, വന്നാൽ തിരിച്ചു വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യൂട്രസ് ബേസ്റ്റ് ആവുന്നൊരു ഫീൽ എനിക്ക് ടും എന്നൊരു സൗണ്ട് കേട്ടു. ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കുട്ടക്കണക്കിന് കട്ട ചോര. പിന്നെ ഒന്നും നോക്കിയില്ല, ആരെയും വിളിച്ചില്ല. പാക്ക് ചെയ്യുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, എന്തൊക്കെ എടുക്കണമെന്ന് പോലും നമുക്കറിയില്ല. ആകെ ടെൻഷനായി. പിന്നെ എൻ്റെ അടുത്ത് ഇന്നെങ്കിലും നീ ഡെലിവറി ആവോ എന്ന് ചോദിച്ച് ലീവ് എടുക്കാൻ കാത്തിരുന്ന് എൻ്റെ കെട്ടിയവൻ വരെ വിതുരുമ്പിച്ച് നിന്ന് പോയി. കാരണം നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്താണ് ഇത് കയറി വന്നത്. സത്യം നമ്മൾ ഒട്ടും വിചാരിച്ചില്ല. അങ്ങനെ ഏറ്റവും വിഷമം എനിക്ക് മേക്കപ്പ് ഇട്ട് ഡെലിവറി ചെയ്യാൻ പോകണം എന്നായിരുന്നു. പക്ഷേ ഒരു ഡ്രസ്സ് എടുത്ത് ഇട്ടാൽ മതി എന്നൊരവസ്ഥയായിരുന്നു അന്ന്. അങ്ങനെ നമ്മളെല്ലാം എടുത്തു എന്ന വിശ്വാസത്തിൽ പോവാണ്. നിയർലി 1 hour ട്രാവലുണ്ട്. എന്താക്കുമെന്നൊന്നും അറിയില്ല. അങ്ങനെ പൊള്ളുന്ന വെയിലത്ത് ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സിന് റിലീസ് ചെയ്യാൻ പോകുകയാണ്. എനിക്ക് നിൽക്കാനും ഇരിക്കാനും നടക്കാനും ഒന്നും വയ്യ. അങ്ങനെ പോകുകയാണ് ഞാൻ.